അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് കയ്യോര കയാക്കിങ്ങിൻ്റെ അവിടെയാണ്. ഇത് പിഴല ഭാഗത്താണ് അല്ലേ ബ്രോ? പിഴലല്ലേ കറക്റ്റ്? ആ പിഴലയിലാണ്. അപ്പോൾ നമ്മൾ കയാക്കിങ്ങിന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം തയ്യാറെടുപ്പിലാണ്. കയാക്കിങ്ങിൽ ഇതൊക്കെ ഇട്ടിട്ടാണ്. ജാക്കറ്റ് വേണമല്ലോ, സേഫ്റ്റി നമ്മളെ നോക്കണമല്ലോ എപ്പോഴും. ഫസ്റ്റ് ആദ്യം നോക്കുന്നത് ജാക്കറ്റ് ഉണ്ടോ ഇല്ലെന്നോ. ജാക്കറ്റൊക്കെ നിങ്ങൾക്ക് തയ്യാറെടുപ്പിലാണ് തൊഴിയാൻ മതി. അപ്പൊ എല്ലാരും കയാക്കിലുള്ള കുന്തും കോലൊക്കെ എടുത്ത് പിടിക്കുന്നുണ്ട്. രേഷ്മ ആദ്യം തന്നെ പരിപാടിയിലുണ്ട്. ഹോയ് ഹോയ് ഇവിടെ ഒരുമിച്ചാക്കണം എന്നാലേ കറക്റ്റ് ആവുള്ളൂ. നമുക്കിപ്പോ കണ്ടകണ്ടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു മണിക്കൂർ നിങ്ങൾ ബാക്കി ഫുൾ ടൈം ആണ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാല് രണ്ടുപേരും സെയിം തന്നെയാണ്. ലൈഫ് ജാക്കറ്റ് ഒരു കാരണവശാലും വരരുത്. എവിടെ പോകണമെങ്കിലും നമ്മൾ ലൈഫ് ജാക്കറ്റ് ഉണ്ടാവണം. ഇപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് കാര്യങ്ങളാണെങ്കിൽ ലൈഫ് ജാക്കറ്റ് ഒരു കാരണവശാലും വരാതിരിക്കുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് കയാക്ക് ചെയ്യേണ്ട രീതി എന്നുള്ള രീതി എന്ന് പറയുമ്പോൾ ഈ ഒരു നമ്മുടെ പാഡിൽ ഒരു കർവ് കാണാം. ഇതിന്റെ ടോപ്പ് ഭാഗമാണ് നമുക്ക് മുകളിലേക്ക് വന്ന് നിൽക്കേണ്ട രീതി. ചിലർക്ക് പേര് എഴുതിയിട്ടുണ്ടാവും. ആ പച്ച കളർ ചില ഈ ബ്ലൂ കളറിന് നിൽക്കാനാണ് പേര്. അത് കറക്റ്റ് വായിക്കാൻ കേട്ടോ. ഈ ഒരു കർവ് ഉണ്ടല്ലേ. ഓക്കെ. അത് കറക്റ്റ് നമ്മുടെ തലയിൽ വെച്ചിട്ട് ഇതുവരെ 90 ഡിഗ്രി കൈ ഇതുപോലെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് റോൾ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രെങ്ത് എടുക്കേണ്ടി നമ്മൾ തലയിൽ വെച്ചിട്ട് 90 ഡിഗ്രി കിട്ടണം കൈ. അതുപോലെ 90 ഡിഗ്രി എല്ലാവരും കൈ കിട്ടും. അതുകൊണ്ട് ഇതാണ് കറക്റ്റ് പൊസിഷൻ പിടിക്കാനുള്ള. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ രണ്ട് സൈഡും, അതായത് ഇത്ര ഭാഗം വെള്ളത്തിൽ മുക്കിയിട്ട് ലെഫ്റ്റ് റൈറ്റ് രണ്ട് സൈഡും ചെയ്തുകൊണ്ട് തന്നെ നേരെ പോകുള്ളൂ. ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ റൈറ്റ് സൈഡ് മാത്രം ക്ലോസ് ചെയ്യുക. റൈറ്റിലേക്ക് പോകണമെങ്കിൽ ലെഫ്റ്റ് സൈഡ്. ഏത് സൈഡിലേക്കാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ത്രോ ചെയ്താണ്. ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്ന ഭാഗത്ത് ബോട്ട് കാര്യങ്ങളൊക്കെ വല്ലതും നിർത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്താൽ മതി. അതായത് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകാൻ അശോകനാണ് ആദ്യം തന്നെ കയറാൻ പോണേ കേട്ടോ. കളർഫുൾ ആണ്, നല്ല രസമുണ്ടല്ലേ. കളർഫുൾ മൾട്ടി കളറാണ്. ഒരു ടീം പോണേ കേട്ടോ. അവർ അശോകനും മക്കളും 3 പേരും പോണേണ്. അടുത്ത ആളാരാണ്? നമ്മുടെ മോള് പോകാൻ പോണ് ഒറ്റക്ക്. ആ കൊള്ളാം. അടുത്ത ആള് ഫോണൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. രേഷ്മ അടുത്തതിൽ കയറാൻ പോണ. അടുത്ത രേഷ്മയാണ്. യശോദേ ടാറ്റ. ഷോ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയ ടീമുകൾ അങ്ങോട്ട് പോവാണ്. അച്ഛനും മക്കളും അവിടെ തുഴയാണ്. അടിപൊളിയാണ് കേട്ടോ. അയ്യോ അതെ 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 അതെ. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ചെത്തി. അയ്യോ കയ്യോനെടുക്കുന്ന മോൾക്ക് അതില്ലേ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ നമ്പർ ഇടാം. നമ്മൾ നേരിട്ട് വന്ന് സംസാരിക്കണേ ഇത്തിരി നല്ലത്. നമ്മൾ റേറ്റ് പറഞ്ഞു മോശം അല്ല. നമ്മൾ 400 പറഞ്ഞേക്കണേ. അല്ല നമ്മൾ 400 പറഞ്ഞു. ഞാൻ പറഞ്ഞു 400. ആ 400 നമുക്ക് ഇവിടെ എല്ലായിടത്തും മണിക്കൂറിന് 500 ആണ്. നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് അവർ മറ്റേ 400 ആക്കി തന്നു. പിന്നെ കണ്ണനും എടുത്തിട്ടില്ല റേറ്റ്. കണ്ണൻ ഓ നമ്മൾ വെട്ടിച്ചേ മോള്, നമ്മൾ വെട്ടിച്ചേ. 2 പുലികൾ തന്നെ. ഒരു പുലി പോണേ. ആ നമ്മൾ വെട്ടിച്ച്. അടുത്ത ആൾ പോട്ടെ അടുത്ത ആൾ നമ്മൾ വെട്ടിക്കാൻ പോണേന്. അതെ വെട്ടിട്ട് കാണിക്കണൊക്കെ എങ്ങോട്ടാ പോയെന്ന് നോക്കിയാ. ആഹാ വീഡിയോ ആണ്. അയ്യോ ഔഷധമായിട്ടാ. അടിപൊളി എക്സ്പീരിയൻസ്. ഇതാണ് അടിപൊളി. ഒരു രക്ഷയില്ല. എനിക്ക് എന്തോരം പേരാന്ന് പറഞ്ഞാൽ വേറെ ടീമാണ് ഇട്ടതൊക്കെ. ഇത് വേറെ നമ്മുടെ ടീം പോണ്. നമ്മുടെ ടീമൊക്കെ അറ്റത്തെ. അയ്യോ ബോട്ട് പോയപ്പോൾ കുലുങ്ങണ്. അയ്യാ ബോട്ട് പോയപ്പോൾ നല്ല കുലുക്കം. ബോട്ട് അങ്ങോട്ട് പോയി. അയ്യോ ഇവിടെ എന്തോരം പേരാണ് കയാക്കിന് വേണം. അടിപൊളിയായിട്ടാണ്. ഈ സമയത്ത് വന്നു കേട്ടാ. കാലത്ത് വന്നു. ഉച്ചക്കൊന്നും വരരുത്. വെയിലൊക്കെ കൊണ്ട് പിന്നെ പണിയാം. മഴയത്തുനിന്ന് അടിപൊളിയായിക്കോട്ടാ. എന്താണ് കറങ്ങി കളിക്കണേ ഇവിടെ ഇരുന്നിട്ട്? ചീഞ്ഞ വില വെക്കണമൊക്കെ. അധികം മീനൊന്നുമില്ല, ചെറിയ മീനുകളാണ്. ഓ തുഴഞ്ഞ് അങ്ങനെ ചാവടിക്കാൻ പോണേണ്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ആ അടിപൊളി. ചായ വിളമ്പണ ആളാക്കണ്ട. അയ്യോ കിട്ടിയില്ലെത്താ.
കയാക്കിൻ്റെ ഒപ്പം ചായ കേട്ടോ, അടിപൊളി. കയാക്ക് പിടിത്ത കിട്ടിയില്ല, ചായ കിട്ടിയില്ലേ? ആ അടിപൊളി. ചായ വളമണേ പരുണ്ടാക്കുമ്പോണൊക്കെ. സൗ നിനക്ക് ചായ കിട്ടിയാ? ഇല്ല, ചായ കിട്ടിയിട്ടില്ല. ചായ ഇപ്പോൾ വരും. ഇല്ല, കയാക്ക് പിന്നുമ്പോൾ ചായ അടിപൊളി സെറ്റാണ്. ചെറിയ കൊച്ചുങ്ങൾക്കായാലും സേഫ്റ്റി ഉണ്ട് ഇവിടെ, പിന്നെ കുഴപ്പം പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്തരം നേരം തോന്നിയിട്ട് ഇതുവരെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. തട്ടന് മുമ്പ് തന്നെ നീ അങ്ങോട്ട് പോയി. എല്ലാവരും ഒന്നിച്ചിരുന്നൊരു സെൽഫി. രേഷു എങ്ങനെയാ? അടിപൊളിയാ. ഇതുവരെ തുടങ്ങി കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് കയറാൻ പോണേനെ. അയ്യോ നല്ല അടിപൊളി മഴ തന്നെയുണ്ട് കണ്ടോ, സൂപ്പർ മഴ. മഴയത്താണുള്ള തൊഴാൻ അടിപൊളി. ഇപ്പം നമ്മൾ കാറ്റത്ത് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ്, സേഫാണ്, അതുകൊണ്ട് പേടിക്കാനൊന്നും വേണ്ട. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കാണാണ് കടമക്കുടി ഷാപ്പ്. ഷാപ്പിൽ വരാൻ താല്പര്യമുള്ളവർക്കും വരാം. അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് നോക്കിയാലും നമ്മൾ ഈ പ്ലേസ് കാണുന്നത്. പിഴലയിൽ കയോര കയാക്കിങ് കേട്ടോ. പിഴലയിൽ കയോര കയാക്കിങ് ചോദിച്ചു വരിക, അടിപൊളിയാണ്. ഇവിടുത്തെ പിള്ളേർ അടിപൊളിയാണ്. അതേപോലെ നമ്മളെ ഗൈഡ് ചെയ്യാനും, പിന്നെ ചെറിയൊരു ബ്രേക്ക് വന്നിട്ട് നമുക്കൊരു കട്ടൻ ചായ. പിന്നെ ഇവിടെ വിഷമിച്ച് വന്നപ്പോഴത്തേക്കും ഈ ആരോഗ്യമുള്ളവരൊക്കെ വേണം. ആരോഗ്യം എന്ന് പറയുന്നില്ല, ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ അതിനെ പുച്ഛിക്കുമല്ലോ. ആരോഗ്യമല്ല, പണിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വരിക. കാരണം കയാക്കിങ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് തുഴയാനായിട്ട്. നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുമ്പോഴത്തേക്കും ഭയങ്കര പാടാണ്. ആകെ ഇതിൽ 2 പേർക്ക് കയറാനുള്ള ഒറ്റ കയാക്കേ ഉള്ളൂ, ബാക്കിയെല്ലാം സെപ്പറേറ്റ് ഒറ്റ സിംഗിളായിട്ട് കയറാൻ പറ്റിയതാണ്. അപ്പോൾ വരിക, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വന്ന് കയറാം. ഇവിടെ വന്നു കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വെള്ളമൊക്കെ കുടിക്കാനൊക്കെ തരും, നല്ല തണുത്ത വെള്ളം അല്ലേ ചേട്ടാ. അപ്പോൾ സെറ്റ് അടിപൊളി. എല്ലാവരോടും ചോദിക്കും, എല്ലാവരും ഹാപ്പി അല്ലേ എന്ന് അങ്ങോട്ട് ചോദിക്കും. എല്ലാവരും ഓക്കെ അല്ലേ? അവിടെ അതേ സൗ ഡേ ഷൂവും കാണിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, സൂപ്പർ. അനിക്കുട്ടി